നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ചൈനയിലെ സിയാമിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പൽ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. കൂടുതൽ തെളിഞ്ഞ് വരികയാണ് സാൻ ഫെർണാണ്ടോ ഏതാണ്ട് 9 മണിയോടുകൂടി ആ ബർത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സാൻ ഫെർണാണ്ടോ എത്തുന്നതോടുകൂടി അതൊരു ചരിത്ര നിമിഷമാകും, അടയാളപ്പെടുത്തുന്ന നിമിഷമാകും, നമ്മൾ ഉറ്റുനോക്കുന്ന നിമിഷമാകും. വിഴിഞ്ഞം അങ്ങനെ ഈ ആഗോള കണ്ടെയ്നർ വ്യവസായത്തിന്റെ സഞ്ചാരപഥത്തിൽ ഒരു നിർണായക സാന്നിധ്യമായി ഏടായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ പ്രത്യേകത. അങ്ങനെ ജൂലൈ മാസത്തിൽ നമ്മൾ ആ സന്തോഷ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്, സന്തോഷ കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. സാൻ ഫെർണാണ്ടോ ആ കൂറ്റൻ ഭീമാകാരൻ കപ്പൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2000 കണ്ടെയ്നറുകൾ ആ കപ്പലിലുണ്ട് എന്നുള്ളതാണ്. ആ മദർഷിപ്പിൽ ഏതാണ്ട് 2000 കണ്ടെയ്നറാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ കൂറ്റൻ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചരിത്ര നിമിഷങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മിഴിചുമ്മാതെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിനോദ് വിഴിഞ്ഞത്ത് തുടരുന്നത്. വിനോദ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞ് ആ സാൻ ഫെർണാണ്ടോ ഇങ്ങനെ നമ്മുടെ ചാരയ്ക്ക് എത്തുകയാണ്. അതൊരു സന്തോഷം തന്നെയാണ്. ഒരുപാട് ചെറുവള്ളങ്ങൾ അതിന് മുന്നിലൂടെ നമുക്ക് ഫ്രെയിമിൽ കാണാമെങ്കിൽ പോലും എത്രയോ ഭീമാകാരനാണ് അവൻ, ആ സാൻ ഫെർണാണ്ടോ എന്ന് നമുക്ക് വ്യക്തമാകുന്നു ആ ദൃശ്യങ്ങളിൽ. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ ഉൾപ്പെടുന്ന കൂറ്റൻ കപ്പൽ. ആ ഇത്രയും കൂറ്റൻ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ടെർമിനലാണ് നമുക്കുള്ളത്, ആ ഒരു പോർട്ടാണ് നമുക്കുള്ളത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ വഴിയാണ് നമ്മൾ ദൃശ്യമാക്കുന്നത്. എന്നാലും വിനോദ്, ഇനി എന്താണ്, എത്ര ദൂരത്ത് നിന്നാണ് ഈ ടഗ് വലിച്ച് ഈ ബർത്തിലേക്ക് കൊണ്ടുവരിക? ഇനിയും ഷിപ്പ് കുറച്ചുകൂടി അടുത്തെത്തി നങ്കൂരമിട്ട ശേഷമാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ? എൽദോ, ഏതാണ്ട് പുലർച്ചെ രാവിലെ 4 നോട്ടിക്കൽ മൈൽ അകലം വരെ ഈ കപ്പൽ സഞ്ചരിച്ച് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തീരത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. പുറംകടലിലാണ് കപ്പൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇന്ത്യൻ തീരത്തേക്ക് കപ്പൽ എത്തിയിരുന്നു. അതീവ സുരക്ഷയാണ് കപ്പലിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം, ടഗുകൾ, അതായത് ഈ കപ്പൽ പുൽമുട്ടിന് പുറത്ത് എത്തിയാൽ അവിടെ നിന്ന് ടഗുകളുടെ സഹായത്തോടെ കെട്ടിവലിച്ചാണ് ഇവിടേക്ക് തീരത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ടഗുകൾ പുറകിൽ നിന്ന് നൽകുന്ന സമ്മർദ്ദം, ആ തരത്തിലാണ് കപ്പലിനെ ഈ തീരത്തേക്ക് എത്തിക്കുന്നത്. അതിനുള്ള ടഗുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ പുലിമുട്ട് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തായിരുന്നു ബർത്ത് ഉൾപ്പെടെ വരുന്ന ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ടഗുകളെല്ലാം തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് കപ്പലിനെ സുരക്ഷിതമായി ഇനി തീരത്തേക്ക് എത്തിക്കുക, അതായത് ബർത്തിൽ അടുപ്പിക്കുക എന്ന ദൌത്യമാണ്. ഈ ടഗുകൾ നിയന്ത്രിക്കുന്ന ആ സംഘത്തിലും മലയാളികളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഈ വരുന്ന കൂറ്റൻ കപ്പലിൽ 28 ജീവനക്കാരാണുള്ളത്. റഷ്യൻ സ്വദേശിയാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. ഇതിൽ 5 ഇന്ത്യക്കാരുണ്ട്. അതിൽ തന്നെ ഒരു മലയാളിയുണ്ട്. അതായത് ഈ വരുന്ന കപ്പലിലും ഈ കപ്പൽ അടുപ്പിക്കുന്ന ടഗുകളുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നത് നമുക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. നമ്മുടെ കേരളത്തിന്റെ കയ്യൊപ്പുള്ള പ്രവൃത്തികളായി ഇത് മാറുന്നു. അതെല്ലാം തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ടവരുമെല്ലാം തന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായി മാറുന്നു. ഒരു ചരിത്രമാണ് ഇവിടെ പിറക്കുന്നത്. നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ കേരളത്തിന്റെ ഇത്ര നാളത്തെ ദീർഘമായ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇനി ഉണ്ടാകുന്ന വികസന കുതിപ്പ് അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യവസായത്തിന്റെ, ഒരു സംരംഭത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കുതിപ്പായി മാറും എന്നത് നമുക്ക് എടുത്തു പറയാം. കേരളത്തിന്റെ കാലഘട്ടം, കേരളത്തിന്റെ സാമ്പത്തിക കാലഘട്ടം രണ്ടായി തിരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് മുൻപും ശേഷവും കേരളം എന്ന രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെയെങ്കിലും ചരിത്രം നമ്മൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം എത്രയോ വർഷം മുൻപ് വിഴിഞ്ഞത്ത് ഈ തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയതാണ്. അത് പല ഘട്ടങ്ങളിൽ സജീവമാവുകയും പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചർച്ചകൾ തന്നെ ചർച്ചകളായി അവസാനിച്ച് ഈ പ്രവൃത്തികളിലേക്ക് പോകാത്ത സാഹചര്യം, പലപ്പോഴായി ബിഡുകൾ വിളിക്കുന്ന സാഹചര്യം, പല കമ്പനികൾ വന്നുവെങ്കിലും പല മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ആ കമ്പനികൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ അദാനി ഗ്രൂപ്പ് ഇതിന്റെ നിർമ്മാണ കരാർ നേടുകയും
അവർ ആ പ്രവൃത്തികളുമായി പോവുകയും PPP പ്രോജക്റ്റായി ഇത് നടപ്പാവുകയും ചെയ്യുന്നു. നമുക്കറിയാം അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ ലാൻഡോ കൊണ്ടപ്പള്ളി പോലുള്ള പല ഗ്രൂപ്പുകൾ ഇവിടേക്ക് നേരത്തെ വന്നതും അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ചില രാജ്യങ്ങളുമായി ഈ വന്ന പല കമ്പനികൾക്കും അത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് മുൻപാണ് ആ ചർച്ചകൾ നടന്നത്. VS-ന്റെ കാലത്തൊക്കെയും നടന്ന ചർച്ചകൾ നമുക്കറിയാം. അപ്പോഴൊക്കെയും പല രാജ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മറ്റ് രാജ്യങ്ങളുമായി ഈ കമ്പനികൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം തന്നെ ക്ലിയറൻസിന്റെ പ്രശ്നമായി അവശേഷിക്കുകയും അങ്ങനെ അതിന് അനുമതികൾ കിട്ടുന്നതിന് പല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരികയും ഇതെല്ലാം തന്നെ ഇത് പല ഘട്ടങ്ങളിലായി പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ആലോചിക്കുകയും അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു ചരിത്രം പിറക്കുന്നത്. രാജവംശത്തിന്റെ തലസ്ഥാനമായാണ് ചരിത്രരേഖകളിൽ വിഴിഞ്ഞത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴും ഇവിടെ സമുദ്ര വ്യാപാരം ഉണ്ടായിരുന്നു എന്നാണ് ഈ രേഖകളിൽ നിന്നൊക്കെയും അല്ലെങ്കിൽ അന്നത്തെ പുസ്തകങ്ങൾ അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. വളരെ പ്രൗഢഗംഭീരമായ ഒരു വാണിജ്യ മേഖലയായിരുന്നു. വളരെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോഴും പഴയ കാലത്തെ ചില വിശ്വാസ കേന്ദ്രങ്ങളുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് തന്നെ സമുദ്ര വ്യാപാരം നടന്ന സഞ്ചാരികൾ ധാരാളമായി എത്തിയ മറ്റ് പല രാജ്യങ്ങളുമായും വാണിജ്യപരമായി കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു വിഴിഞ്ഞം എന്ന് നമ്മൾ ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഒരു ചരിത്രത്തിന്റെ കാലത്തിന്റെ കാവ്യനീതി തന്നെയായിരിക്കും വീണ്ടും ഒരു തുറമുഖം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ഏറ്റവും ബൃഹത്തായ ഒരു മദർ പോർട്ട് അത് യാഥാർത്ഥ്യമാകുന്നു. അതിന് ചരിത്രം ഒരു ചരിത്ര കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്ക് ഈ തൊഴിലിന്റെ ഭാഗമായൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ തരത്തിൽ ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഈ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന്റെ തന്നെ ചരിത്രം പുതിയൊരു ചരിത്രം രാജ്യത്തിൽ എഴുതി ചേർക്കുകയാണ് എന്ന് പറയാം. നമുക്കറിയാം ഈ ബർത്തിലേക്ക് എത്തിക്കുക അത് അതിനുള്ള നടപടികൾ ഈ ടഗുകളുടെ സഹായത്തോടെ ഈ മദർഷിപ്പിനെ ബർത്തിൽ എത്തിക്കുക. വളരെ വൈകാതെ തന്നെ ഇതിന്റെ ചരക്ക് ഇറക്കാം, അതായത് കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കി വയ്ക്കുന്ന നടപടികൾ ഇത് ട്രയൽ റണ്ണാണ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ആദ്യത്തെ ഒരു പ്രവൃത്തികൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ആലോചിക്കുന്നത് കടൽ മാർഗം തന്നെയാണ്. ചെറു കപ്പലുകളിലേക്ക് ഇത് മാറ്റുകയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുക. അന്താരാഷ്ട്ര കപ്പൽശാലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം ശ്രീലങ്കയെ അമിതമായി ആശ്രയിക്കാതെ ഒരുപക്ഷെ ചൈന അവിടെ കൂടുതൽ ബർത്തുകൾ 6 ബർത്തുകൾ ഉള്ളതിൽ ചൈനയ്ക്ക് വലിയ ആധിപത്യമുണ്ട്. ചൈന അവിടെ ബർത്തുകൾ നിയന്ത്രിക്കുമ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു ബർത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്കയെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നിൽ ഇത്രയും വലിയ ഒരു തുറമുഖം വരുമ്പോൾ ഇന്ത്യക്ക് ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു. നമ്മൾ സ്വയം പര്യാപ്തരാകുന്നു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ അന്താരാഷ്ട്ര കപ്പൽശാലയോട് ചേർന്ന് നമുക്ക് സ്വന്തമായി ഒരു തുറമുഖം അത് മദർ പോർട്ട് എന്നത് തന്നെ ഇന്ത്യയിലുള്ള മറ്റേത് തുറമുഖത്തേക്കാൾ സ്വാഭാവിക ആഴമുള്ള 20 മീറ്ററോളം ആഴമുള്ള എത്ര വലിയ ഇതുവരെ ലോകത്ത് ഉള്ളതിൽ എത്ര വലിയ മദർ ഷിപ്പായിരുന്നാലും ഇവിടെ എത്തിയാൽ അതിന് നങ്കൂരമിടാൻ കഴിയുന്ന തരത്തിലുള്ള ബെർത്താണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അത്രയും സ്വാഭാവികമായ ആഴമുള്ള സ്ഥലമാണ് വിഴിഞ്ഞം. മാത്രമല്ല ഡ്രഡ്ജിംഗ് എന്ന കാര്യം ഇവിടെ വേണ്ടി വരുന്നില്ല. വിഴിഞ്ഞത്ത് ഈ ആഴമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ അടിത്തട്ടിലുള്ളത് പാറയാണ്. അതുകൊണ്ട് തന്നെ ഈ പാറ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നു. തുടർച്ചയായി മണ്ണ് ഇപ്പോൾ വല്ലാർപാടത്തൊക്കെയും നമ്മൾ കാണുന്നത് അവിടെ സ്ഥിരമായി ഡ്രഡ്ജിംഗ് വേണ്ടിവരും. അവിടെ ഈ അടിയുന്ന മണ്ണ് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ പ്രവൃത്തികളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുകയുമൊക്കെയുമുണ്ട്. അങ്ങനെ ഒന്നും ഇവിടെ ആവശ്യമില്ല എന്നതാണ്. ഡ്രഡ്ജിങ്ങിന്റെ സാധ്യത പോലുമില്ല. കാരണം മണ്ണടിയുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവിക ആഴമുള്ള അടിത്തട്ട് പാറയായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് സുഗമമായി വന്നു പോകുന്നതിന് മറ്റ് തടസ്സമില്ല. ഇപ്പോഴുള്ള 3 മീറ്റർ
പുലിമുട്ടാണ്. ബ്രേക്ക് വാട്ടറായി ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് 3 മീറ്ററിലാണ് പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് രണ്ടാം ഘട്ടത്തിൽ 4 മീറ്റർ എന്നതിലേക്ക് പോകും. 800 മീറ്റർ ബെർത്ത് ഇപ്പോൾ 2 മദർഷിപ്പുകൾക്ക് ഇവിടെ തീരത്ത് അടുക്കാവുന്ന തരത്തിലാണ്, ക്രെയിനുകൾക്ക് സമീപം ചേർന്ന് നിൽക്കാവുന്ന തരത്തിലാണ് 800 മീറ്റർ ബെർത്ത് ഉള്ളത്. ഈ 800 മീറ്റർ ബെർത്ത് 2 കിലോമീറ്ററിലേക്ക് പോവുകയാണ്. അതായത് 4 കിലോമീറ്റർ പുലിമുട്ടും 2 കിലോമീറ്റർ ബെർത്തും. ഈ പുലിമുട്ടിന്റെ നീളം 4 കിലോമീറ്ററായി നിൽക്കുന്നത് നമുക്കറിയാം. തീരത്തേക്ക് കടൽത്തിര ശക്തമായി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണ ഭിത്തിയാണ് നമ്മളിവിടെ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് തീരത്തേക്ക് തിര ശക്തമായി അടിച്ച് വരാതിരിക്കാനാണ്. അതിന് 4 കിലോമീറ്റർ ദൂരവും അതിന് സമാന്തരമായി തന്നെ അതിന്റെ പകുതി ദൂരത്തിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ ബെർത്തും. അങ്ങനെയെങ്കിൽ കൂടുതൽ കപ്പലുകൾക്ക്, ഏതാണ്ട് 4ലധികം കപ്പലുകൾക്ക് ഇവിടെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടെ ഏതാണ്ട് 30,000 കണ്ടെയ്നറുകൾ ഇവിടെ സൂക്ഷിക്കാനുള്ള സംവിധാനമാണുള്ളത്. ഇവിടെ ഒരു സമയത്ത് 30,000 കണ്ടെയ്നറുകൾ ഈ യാർഡിൽ സൂക്ഷിക്കാൻ കഴിയും. നമുക്കറിയാം ഇന്ന് വരുന്നതിൽ 2,000 കണ്ടെയ്നർ മാത്രമാണ്. ഒരുപക്ഷെ 1960 ആ തരത്തിലുള്ള ഒരു എണ്ണം കണ്ടെയ്നറുകൾ, ഏതാണ്ട് 2,000-ഓളം കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുന്നത്. പക്ഷേ 30,000 കണ്ടെയ്നർ ഒരു സമയം സൂക്ഷിക്കുന്നതിനുള്ള ശേഷി ഇവിടെ ഉണ്ട്. 10 ലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കമാണ് ഒരു വർഷം ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള വലിയൊരു വ്യവസായം, ആ തരത്തിലുള്ള ഒരു വാണിജ്യ സാധ്യത, ഇതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു 6,000 കോടി രൂപ എന്ന നിലയ്ക്കാണ് ഈ പദ്ധതിയുടെ ആലോചന നടക്കുന്നത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം കപ്പൽ കൂടുതൽ ഈ പുലിമുട്ടിന് അടുത്തേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു വന്നത് 6,000 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ആലോചിച്ച് ചെയ്ത് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഇപ്പോൾ അത് 8,500 കോടി രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. കാരണം 5 വർഷത്തെ കാലതാമസം, മുൻ നിശ്ചയിച്ചതിൽ നിന്നും 5 വർഷം ഈ പദ്ധതി ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിന് കാലതാമസമുണ്ടായി. അതിന് പല കാരണങ്ങളുണ്ട്. പ്രളയമുണ്ട്, കോവിഡിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, കാലാവസ്ഥ അനുകൂലമല്ലാതെ പോയ സമയമുണ്ട്. അതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഓഖിയൊക്കെ ഉണ്ടായ സമയം, ആ സമയത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ പാറക്കല്ലിന്റെ ക്ഷാമം ഉണ്ടായി. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പാറ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനായി വേണ്ടി വന്ന കാലതാമസം, അതിന്റെ നടപടികൾ, സാങ്കേതികമായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് അവിടെ ഉണ്ടായ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പാറ കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയപ്പോൾ തമിഴ്നാടിന്റെ പല മേഖലകളിലും പ്രതിഷേധമുണ്ടായിരുന്നു. അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ സമരമുണ്ടായിരുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ 1ാം ഘട്ടം പൂർത്തിയാകുന്നത്. അത് ഈ തരത്തിൽ പൂർത്തിയാകുമ്പോൾ 2ാം ഘട്ടം തന്നെ ഈ വർഷം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ അത് ഇതിനകം ഈ വർഷം തന്നെ 2ാം ഘട്ടത്തിനുള്ള നടപടികളിലേക്ക് പോകും. ഏതാണ്ട് 9,000 കോടി രൂപയാണ് 2ാം ഘട്ട നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഏതാണ്ട് 5,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിടേണ്ടതുണ്ട്. അത് റിംഗ് റോഡുണ്ട്, അതോടൊപ്പം തന്നെ റെയിൽ കണക്ടിവിറ്റി, അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ സർവേ നടപടികൾ, ഏതാണ്ട് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ 11 കിലോമീറ്റർ നീളുന്ന ഭൂഗർഭ റെയിൽ പാത ആവശ്യമുണ്ട്. അതിൽ തന്നെ 9 കിലോമീറ്ററാണ് ഈ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത്. അതിന്റെ സർവേ നടപടികൾ പൂർത്തിയായി അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എന്ന വിവരമാണ് ഔദ്യോഗികമായി നമുക്ക് നൽകുന്നത്. പക്ഷേ അതിന്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അവിടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ വയൽ പ്രദേശമാണ്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ ബാലരാമപുരം പ്രദേശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് വെങ്ങാനൂരാകട്ടെ, അല്ലെങ്കിൽ പള്ളിച്ചലാകട്ടെ, പെരിങ്ങമലയാകട്ടെ, വെണ്ണിയൂരാകട്ടെ, അങ്ങനെ ഈ നമ്മൾ ഇവിടെ നിന്ന് ബാലരാമപുരത്തേക്കുള്ള ഒരു പ്രദേശം നോക്കുമ്പോൾ ഈ പറയുന്ന മേഖലകളെല്ലാം ഒരു ബെൽറ്റ് പോലെ കാർഷിക മേഖലയാണ്. അവിടെ ദീർഘദൂരത്തിൽ കൃഷി നടക്കുന്ന വെള്ളായണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെ ഈ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ കൃഷി നശിച്ചു പോകരുതെന്നൊരു ആശയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂഗർഭ റെയിൽപാത എന്ന ആശയം വരുന്നത്. അതായത് മുകളിൽ നടക്കുന്ന ഒരു പ്രവൃത്തികൾക്കും തടസ്സം വരാതെ ഭൂമിക്കടിയിലൂടെ ഈ പാത കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം. എന്തോ റൈറ്റ്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ഇതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളാണ് വി വിനോദ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വളരെ മങ്ങിയ
ഒരു രീതിയിലായിരുന്നു കപ്പൽ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ അടുത്ത് തെളിഞ്ഞു വരികയാണ്. ആ പുലിമുട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ എന്നുള്ളതാണ്. ഇനി ആ കപ്പൽ അത് വലിയ ടഗുകൾ കൊണ്ട് വലിച്ച് ബർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. അതിനൊക്കെ നേതൃത്വം നൽകാൻ മലയാളികളുണ്ട് എന്നുള്ളതാണ്. ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള കനിത്കർ ആണ് അദ്ദേഹത്തെ അതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ പോലും അതിന്റെ സഹ ക്യാപ്റ്റൻ മലയാളിയാണ്. ഈ കപ്പലിലും ഈ മദർഷിപ്പിലുമുണ്ട് മലയാളി പ്രജീഷ്. അങ്ങനെ നിരവധിയായിട്ടുള്ള മലയാളി സാന്നിധ്യം കൊണ്ടും ഈ ചരിത്ര ദൗത്യം ശ്രദ്ധേയമാവുകയാണ്. എന്നാൽ നമുക്ക്